ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, വണ്ടി ഫുള്ള് ചെളി പിടിച്ചിരിക്കുകയാണ്. അപ്പം വണ്ടീനെ ഒന്ന് കഴുകണം. അപ്പം ഞാൻ ഈ വണ്ടി കഴുകുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വണ്ടി കഴുകുന്നതിന് മുന്നേ പ്ലാറ്റ്ഫോമിലെ പൊടിയെല്ലാം മുഴുവനായിട്ട് തട്ടിക്കളഞ്ഞതിന് ശേഷമേ ഞാൻ വെള്ളമൊഴിച്ച് വണ്ടി കഴുകാറുള്ളൂ. അപ്പം ആദ്യം ഞാൻ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഞാൻ ഫ്രണ്ട് ടയറിൽ നിന്നാണ് വണ്ടി കഴുകി തുടങ്ങൽ. അതുപോലെ തന്നെ ഞാൻ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ വണ്ടി മുഴുവനായിട്ട് സോപ്പോ ഷാമ്പോ എന്തെങ്കിലും ഇട്ട് കഴുകാറുള്ളൂ. അതെപ്പോഴാണെന്ന് അറിയാലോ, വണ്ടി ബ്രേക്കിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ സർവീസ് ചെയ്യുമ്പോൾ മൊത്തം സോപ്പിട്ട് കഴുകാറുണ്ട്. അല്ലാതെ സോപ്പ് ഉപയോഗിക്കൽ ഈ എൻജിൻ കഴുകുമ്പോഴും, അതുപോലെ തന്നെ വുഡ് നല്ല ചെളിയായിട്ടുണ്ടെങ്കിലോ, ടയറിന് നല്ലോണം ചെളിയുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡാഷ് കഴുകാനൊക്കെ സോപ്പോ ഷാമ്പോ എന്തെങ്കിലും ഞാൻ ഉപയോഗിക്കലുണ്ട്. അല്ലാതെ വണ്ടി കഴുകുമ്പോൾ ഞാൻ സോപ്പും ഷാമ്പൂ ഒന്നും തീരെ ഉപയോഗിക്കലില്ല. ഫ്രണ്ട് ടയർ കഴിഞ്ഞു. ഇനി ബാക്ക് ടയർ, ഫ്ലാപ്പ്, അതുപോലെ തന്നെ ടാങ്ക് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അടിഭാഗം കംപ്ലീറ്റ് കഴിഞ്ഞു. മെയിനായിട്ട് ചെളിയുള്ളത് ടയറിലും ഫ്ലാപ്പിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി വുഡൊന്ന് കഴുകിയെടുക്കാം. വുഡ് ഞാൻ അങ്ങനെ അധികം കഴുകലില്ല, കൂടുതലും തുടയ്ക്കലാണ് പതിവ്. പക്ഷേ വണ്ടി ഞാൻ ഓടാൻ പോകുന്ന ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും വണ്ടി കഴുകിയിട്ട് തന്നെയാണ് പോവുക. എൻ്റെ അഭിപ്രായത്തിൽ വുഡ് ശരിക്കും ആഴ്ചയിലൊന്ന് കഴുകിയാൽ മതി. ഡെയിലി ഒന്ന് തുടച്ച് ക്ലിയറാക്കി എടുത്താൽ മതി. ഇപ്പോൾ വുഡ് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്ലാസ്, അതുപോലെ തന്നെ സൈഡ് മിറർ, വൈപ്പറൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഉള്ളു കഴുകാം. പ്ലാറ്റ്ഫോം, സീറ്റ്, അതുപോലെ തന്നെ ഡാഷ് എല്ലാം ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കാം.
നമ്മൾ വണ്ടി കഴുകൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ബോഡിയും കൂടെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കഴുകൽ തീർന്നു. നമ്മൾ ഈ ബോഡി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വണ്ടീൻ്റെ മേലുള്ള പൊടിയൊക്കെ കളയണം. അതുപോലെ തന്നെ ചെളിയൊക്കെ ഉണ്ടാവും, അതൊക്കെ കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയിട്ട് ഉരച്ച് കഴുകുമ്പം വര വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വണ്ടി കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 പ്ലാറ്റ്ഫോം ഒന്ന് നന്നായിട്ട് തുടയ്ക്കണം. ഇപ്പോൾ ഫ്ലാറ്റെല്ലാം തുടച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ വണ്ടി കഴുകി കഴിഞ്ഞാൽ ഫ്ലാറ്റ് തുടച്ചിട്ട് ഞാൻ മാറ്റ് ഇടാറുള്ളൂ. അപ്പോൾ വണ്ടി കഴുകി നല്ല കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, അടിപൊളി, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ വണ്ടി കഴുകുന്നതിൻ്റെ രീതി ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.